എല്ലാവർക്കും നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. ഞാൻ സൂര്യ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 100 കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിന്നൊരു ഗുലാബ് ജാമുൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡും പാലും കൂട്ടിയിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡ് ആ ബ്രൗൺ കളറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു നിങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടാം. ഇപ്പം ഞാനൊരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു 1/4 ഗ്ലാസ് പാൽ ആവശ്യമാണ്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് ബ്രെഡ് പീസാക്കി എടുത്തിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്തായിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ചേർത്ത് ബ്രെഡ് ഒന്ന് നമ്മൾ അടയ്ക്കൊക്കെ പരത്തില്ലേ, പൂവടയ്ക്കൊക്കെ, ആ ഒരു പാകത്തിന് വേണം നമ്മുടെ ഈ ഒരു മിക്സ്ചറും സെറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പം കണ്ടോ, ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈസിൽ എടുത്താൽ മതി. ഇത് നമുക്കിനി എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയ്ക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അളവനുസരിച്ച് കൂട്ടിക്കോളൂ കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ബോൾസ് ഫുള്ളായിട്ട് മുങ്ങി കിടക്കൊന്നും വേണ്ട. ആവശ്യത്തിന് ഒരു ഹാഫ് എങ്കിലും മുങ്ങിയാൽ മതി. ഇതൊന്നും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ല മണത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഇഷ്ടമില്ലാത്തവർ ജീരകം ചേർക്കണ്ട കേട്ടോ. ഏലക്കയും ചേർക്കാം. ഞാൻ ഇപ്പോൾ ജീരകം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി കിടന്ന് തിളച്ച് ഒരു നൂൽ പരുവം ആവണം എന്നില്ല, അതിന് മുന്നുള്ള ഒരു സ്റ്റേജ് മതി. ഇപ്പം നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ ബോൾസ് നമ്മൾ പഞ്ചസാര ലായനിയിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊട്ടിപ്പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇപ്പം നമ്മുടെ ഈ പഞ്ചസാര ലായനി നന്നായിട്ട് ഉരുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ ജീരകത്തിൻ്റെ ഒരു മഞ്ഞ കളറാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ലായനി ഇതിനും കുറച്ചുകൂടെ തിക്കാവണം എന്നുള്ളവർക്ക് തിക്കാക്കാം. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ബോൾസൊക്കെ ഇട്ട് തണുത്ത് വരുമ്പോൾ നല്ല തിക്കായി വരും. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇട്ട് അതിലേക്ക് നന്നായി കുതിർന്ന് നല്ലൊരു സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതുപോലൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്